പറഞ്ഞു ഡിവൈഎഫ്ഐ അങ്ങനെ സമരം ചെയ്യുന്ന കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ഹെൽമറ്റിനും അതുപോലെ പൂച്ചട്ടിക്കൊന്നും അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളുടെ തീരുമാനപ്രകാരമല്ല എന്ന്. അങ്ങനെ സംഭവം ഉണ്ടായാൽ അതിനെ തള്ളിപ്പറഞ്ഞാൽ പോരെ? മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി എൻ്റെ സുരക്ഷ നോക്കാൻ ഇവിടെ കേരള പോലീസ് ഉണ്ട്, ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്, ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എൻ്റെ സുരക്ഷ, ഈ പ്രശ്നത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കാൻ ഇവിടെ പോലീസ് ഉണ്ട്, വേറെ ആരും അത് ചെയ്യേണ്ട എന്നൊരു വാചകത്തിൽ ഇതിനെ തള്ളിപ്പറഞ്ഞിരുന്നു എങ്കിൽ ഇത്ര രൂക്ഷമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു. കേരളത്തിലെ എമ്പാടും ഇത് ആവർത്തിക്കപ്പെടുമായിരുന്നു. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല, മുഖ്യമന്ത്രി അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി അതിനെ പരോക്ഷമായി പിന്തുണച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളം ആകെ ഇത് ആവർത്തിക്കപ്പെട്ടു. അപ്പോൾ ആരാണ് ഇതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഏൽക്കേണ്ടത്? ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഏറെക്കുറെ നമ്മൾ വിശകലനം ചെയ്ത കാര്യം തന്നെയാണ് അങ്ങ് വീണ്ടും ചോദ്യമായി ആവർത്തിക്കുന്നത്. അതിന് തൊട്ടു മുമ്പായി നമ്മളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മാന്യനായ അദ്ദേഹം നമ്മളുടെ ചർച്ചയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സഹജമായ ശൈലിയാണ്. ആ ശൈലിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനൊരു ഭംഗവും വരുത്താതെ അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ പല കാര്യങ്ങളും ഇവിടെ ആവർത്തിച്ചു. ഞാൻ അതിനൊന്നും അതേ നാണയത്തിൽ മറുപടി പറയുന്നില്ല. സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ സ്കൂളിൽ നിന്നല്ല ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഞങ്ങളുടെ ഒരു ഔദാര്യമായി അദ്ദേഹം കണ്ടാൽ മതി. പക്ഷേ അദ്ദേഹം പറഞ്ഞ വഴിക്ക് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ഈ സമരം നടത്തിയ കേസിലെ അമ്മ അവർ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു അത്രേ. ആ സമർപ്പിക്കപ്പെട്ട ഹർജിയെ തുടർന്ന് ഇന്ന് ഹൈക്കോടതിയുടെ ന്യായാധിപ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങളുണ്ടായി. അതൊക്കെയാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്, നവകേരള സദസ്സിനെ കൊണ്ട് ഒരു പട്ടിക്ക് ബിസ്ക്കറ്റ് പോലും ലഭിക്കുന്ന ഗുണമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം വെളിവാക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങി കിട്ടുന്നതാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാർ നടത്തുന്ന പരിപാടിയുടെ മികവിന്റെ മാനദണ്ഡം എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അല്ല, കംപ്ലീറ്റ് ചെയ്യൂ. ഞാൻ അടുത്തത് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാനല്ലല്ലോ പറഞ്ഞത്. അല്ല ഒരു മിനിറ്റ്, അത് പറയുന്നത് ശരിയല്ലല്ലോ. ഞാനല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞോ? എന്റെ ഭാഷയിലാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞ മറിയക്കുട്ടി പറഞ്ഞ കാര്യം പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് മറിയക്കുട്ടി പറഞ്ഞതൊന്നും എല്ലാ വാർത്തയിലും ഉണ്ട്. ഇയാള് കാണാതെ പോയത് അയാളുടെ കുഴപ്പം. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ. പക്ഷേ നമ്മൾ അഭിമാനത്തോടു കൂടിയിട്ടാണല്ലോ ആ സമരം ചെയ്ത സ്ത്രീയുടെ അഭിപ്രായത്തെ ഇവിടെ കോട്ട് ചെയ്തത്. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തൊരു അഭിപ്രായമാണോ? വളരെ മോശമെന്ന് അങ്ങേക്ക് തോന്നിയ അഭിപ്രായമാണോ? അല്ലല്ലോ. അങ്ങ് ഇഷ്ടത്തോടുകൂടെ അഭിമാനകരം എന്ന നിലയിൽ അങ്ങ് കോട്ട് ചെയ്ത വാചകങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. അങ്ങ് പറയാത്തൊരു വാക്കോ വാചകമോ അല്ല. അങ്ങ് സമരം ചെയ്ത സ്ത്രീയുടേതെന്ന നിലയിൽ ഇവിടെ കോട്ട് ചെയ്തു. അങ്ങേക്ക് ആസ്വാദികരവും അങ്ങേക്ക് സ്വീകാര്യവുമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് ഇവിടെ അത് കോട്ട് ചെയ്തത്. ഞാൻ ഇത്രയും ചോദിച്ചുള്ളൂ, പട്ടിക്ക് ബിസ്ക്കറ്റ് ലഭിക്കുന്നതാണോ ഒരു പരിപാടിയുടെ വിജയത്തിന്റെ മാനദണ്ഡമായി സംഘപരിവാരം കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് വ്യക്തമാക്കാം, ഇനി പട്ടിക്ക് ബിസ്ക്കറ്റ് ലഭിക്കുന്നതല്ല ഒരു പരിപാടിയുടെ വിജയകരമായ മാനദണ്ഡമായി RSS അല്ലെങ്കിൽ സംഘപരിവാർ കരുതുന്നതെങ്കിൽ അങ്ങേക്ക് അതും വ്യക്തമാക്കാം. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് അങ്ങേക്ക് സൗകര്യം ലഭിക്കുമെങ്കിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി വിശദീകരിച്ചുകൊണ്ട് ഒരു അനുഭവം ഇന്ന് തൊട്ട് മുമ്പ് എഴുതിയിട്ടിട്ടുണ്ട്. അതായത് 11 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ജന്മനാ നട്ടല് വളർന്ന് ഇത്രയും കാലം നടക്കാൻ കഴിയുമായിരുന്നേയില്ല. 11 ലക്ഷത്തിലധികം വരുന്ന തുക മുടക്കി നവകേരള സദസ്സിന്റെ 13-ാം ദിവസം ലഭിച്ച പരാതിയെ തുടർന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കപ്പെടുകയും സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കുഞ്ഞു ഫാത്തിമയുടെ അതിജീവനത്തിനായി ചെലവഴിക്കുകയും ഇത്രയും കാലം നട്ടലിൽ വളർന്നിരുന്ന കുഞ്ഞുമോള് ഇന്ന് അഭിമാനത്തോടുകൂടെ നട്ടല് നിവർത്തി എഴുന്നേറ്റ് നിൽക്കാൻ പര്യാപ്തമായി എന്ന വാർത്ത കുഞ്ഞിനെ ചികിത്സിച്ച കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് മാതൃഭൂമിയുടെ ഫ്ലോറിൽ നിന്ന് സമയം ചെലവിട്ട് പരിശോധിക്കണമെന്നില്ല, വീട്ടിൽ പോയിട്ടാണെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി. സദസ് കൊണ്ട് പട്ടിക്ക് ബിസ്ക്കറ്റ് കിട്ടിയില്ല എന്ന് വിലപിച്ച ഏതെങ്കിലും ഒരു വീട്ടമ്മയാണോ ഇത്രയും കാലം നട്ടല് വളഞ്ഞ് എഴുന്നേക്കാൻ കഴിയാതിരുന്ന ഒരു കുഞ്ഞ് നട്ടല് നിവർത്തി നിന്നു നവകേരള സദസ്സിന്റെ 13-ാം ദിവസത്തെ പരാതിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എന്നു കേട്ട യാഥാർത്ഥ്യജനകമായ അനുഭവമാണോ? ഏതാണ് ഈ സദസ്സിന്റെ വിജയത്തിന്റെ മാനദണ്ഡം? സൗകര്യം കിട്ടുമ്പോൾ അങ്ങ് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചാൽ മതി. പിന്നെ അദ്ദേഹം മറ്റു പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൊല്ലത്തെ യുവമോർച്ചയുടെ ആക്രമണത്തെ, തല്ലിന്റെ വീരസ്യം പറച്ചിലൊക്കെ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ നിലവാരം. ഞാൻ തല്ലിന്റെ വീരസ്യം പറച്ചിലോ അല്ലെങ്കിൽ സംഘപരിവാർ CPIM സംഘർഷാത്മകമായ അന്തരീക്ഷത്തിൽ കേരളം നേരിടേണ്ട വന്ന അനുഭവങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത് RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടെന്ന് 2020 ഓർഗനൈസർ അവകാശപ്പെട്ട സംസ്ഥാനം ഗുജറാത്തോ UPയോ കർണാടകയോ രാജസ്ഥാനോ അല്ല, അത് കേരളമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് RSSന്റെ ഒരു പ്രചാരകൻ പോലും ഇന്ത്യൻ പാർലമെന്റിലോ കേരള നിയമസഭയിലോ എത്താത്തത്? എന്തുകൊണ്ടാണെന്ന് അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ
വീട്ടിൽ പോയിരുന്ന് കൊല്ലത്തെ യുവമോർച്ചക്കാരോടൊപ്പം ഒന്ന് ചർച്ച ചെയ്ത് വീരസ്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഇത്രയും ശാഖയും RSSും കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്കിതൊന്നും ഇവിടെ ഇല്ല, എന്തുകൊണ്ട് ജനങ്ങൾ നമ്മളെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയുന്നു എന്നൊക്കെ സൗകര്യം കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. അത് രാഷ്ട്രീയത്തിന്റെ, കേരളം ഉയർത്തിപ്പിടിക്കുന്ന പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വയനാട് MP-യുമായി ആലോചിച്ച് ഒരു സ്നേഹത്തിന്റെ കട ഇവിടെ തുടർന്നാൽ കോൺഗ്രസ്സുകാരുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചുകൂടെ എന്ന്. സ്നേഹത്തിന്റെ കടയുടെ മാതൃകയിൽ വെറുപ്പിന്റെ കട കേരളത്തിൽ ഒരാൾ തുറന്നിട്ടുണ്ട്. നിങ്ങളുടെ വാലാട്ടി എന്നതുപോലെ നിങ്ങളുടെ പുറകെ നടക്കുന്ന കേരളത്തിലെ ചാൻസലർ ഒരു പുതിയ കട തുറന്നിട്ടുണ്ട്. ആ കടയിൽ നിന്ന് കേട്ട ഏറ്റവും ഒടുവിലത്തെ ഉൽപ്പന്നമാണ് കേരളത്തിലെ ലക്ഷണമൊത്ത കൊലപാതകയായി കോടതി കണ്ടെത്തി ജയിലിൽ കഴിയുന്ന ലക്ഷണമൊത്ത RSSകാരൻ അയാളുടെ ജീവിത പങ്കാളിയെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് കൊണ്ടുവച്ചു ചില കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം. ആരു തമ്മിൽ തുടങ്ങിയ കടയുടെ ഉൽപ്പന്നമാണ്, ഏതു തെരുവിൽ നിന്ന് കിട്ടിയ കടയിലെ മധുരോപഹാരമാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്കും കേരള യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾ കൊടുത്തയച്ചത്. അങ്ങനെ കൊടുത്തയച്ചാൽ കൊടുത്തയക്കുന്ന ലിസ്റ്റ് വാങ്ങി കയ്യിൽ വെച്ച് മിണ്ടാതിരിക്കാൻ ഞങ്ങളുടെ പേര് K. സുധാകരൻ എന്നല്ല എന്നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ സമരത്തോടുകൂടെ അങ്ങയ്ക്കും അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവായ ചാൻസലർക്കും ബോധ്യം വന്നിട്ടുണ്ട്. കൊടുത്തയക്കുന്ന ലിസ്റ്റ് RSSന്റെ ശാഖയിലോ BJPയുടെ ഓഫീസിലോ സ്വീകരിക്കും. കേരളത്തിന്റെ സർവകലാശാലയിൽ ഒരു കൊലപാതകയ്ക്കും അവന്റെ ജീവിത പങ്കാളിക്കും കയറിയിരിക്കാനുള്ളതല്ല കേരളത്തിന്റെ യൂണിവേഴ്സിറ്റി. അത് ഞങ്ങൾ വിട്ടു തരത്തുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഏത് യുവമോർച്ചക്കാരൻ തല്ലാൻ വന്നാലും അതിന്റെ വീരസ്യം പറഞ്ഞാലും. പിന്നെ തുടർച്ചയിലോ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ആകെ ഈ സമരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ തെറ്റുധരിപ്പിക്കാൻ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി DYFIയുടെ നേതാവാണ്. ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, DYFIയുടെ ഏതു ഘടകം? ഞങ്ങൾക്ക് 30,000-ലധികം വരുന്ന യൂണിറ്റ് കമ്മിറ്റികളുണ്ട്, 2,000-ലധികം വരുന്ന മേഖലാ കമ്മിറ്റികളുണ്ട്, 220-ലധികം വരുന്ന ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്, 14 ജില്ലാ കമ്മിറ്റികളുണ്ട്, അതിന് മുകളിൽ സംസ്ഥാന ഘടകവും കേന്ദ്ര ഘടകവും ഉണ്ട്. ഒരുത്തന്റെയും വ്യാജ ID കാർഡ് സംഘടിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടി വ്യാജ സംഘത്തിന്റെ നേതൃത്വമായിട്ടല്ല കേരളത്തിൽ DYFI നിൽക്കുന്നത്. മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കേട്ടോ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷക്കണക്കിന് വ്യാജന്മാരെ ഉണ്ടാക്കിയ ഇന്ത്യ വിരുദ്ധ സംഘമായിട്ടാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ കണ്ടിട്ടുള്ളത്. അത് നിങ്ങളെ പോലെ വ്യാജന്മാരുടെ സംഘമല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, ഏത് യൂണിറ്റ്, ഏത് മേഖല, ഏത് ബ്ലോക്ക്, ഏതു ജില്ല? അങ്ങേക്ക് മിണ്ടാട്ടോ ഇല്ലല്ലോ. അങ്ങ് പറഞ്ഞു ചിത്രം എടുത്തു എന്ന്. വയനാട് MP-യുടെ കൂടെ ചിത്രം എടുത്ത KPCCയുടെ സേവാ വിഭാഗത്തിന്റെ നേതാവ് ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്താ കുറ്റം എന്നറിയുമോ? കോടാനുകോടി തട്ടിച്ച കേസില് വയനാട് MP-യും AICCയും ചേർന്നാണ് തട്ടിച്ചതെന്ന് ഞാനങ്ങ് പറഞ്ഞാലോ? ആ പോക്സോ കേസിലെ പ്രതി വയനാട് MP-യുടെ കൂടെ ചിത്രം എടുത്തതില്ലേ? എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി വയനാട് MP-യുടെയും കൂടെ നിങ്ങളുടെ നേതാക്കന്മാരുടെയും കൂടെ ചിത്രം എടുത്തവരില്ലേ? ഇത് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ നരാധവന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ടാകും, പക്ഷെ അവരെ തള്ളിക്കളയുകയാണ് എന്ന്. ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞത് ആരാ? പറഞ്ഞ നേതാവിന്റെ പേരെന്താ? എഞ്ചിനീയറിംഗ് കോളേജിന്റെ 7 അയലത്ത് കയറാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനും സംഘവും കോളേജിനുള്ളിൽ കയറി പ്രതിഭയോടുകൂടെ എൻട്രൻസ് എഴുതി പഠിച്ച് പാസ്സായി മിടുക്കനായി വന്ന കുട്ടിയെ ഒറ്റക്കുത്തിന് കുത്തിക്കൊന്ന കേസിലെ പ്രതികളെ സംബന്ധിച്ച് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞത് ഒറ്റ കൂട്ടരേ ഉള്ളൂ. ആ കൂട്ടരുടെ പേരാണ് കോൺഗ്രസ്. നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കൊലക്കേസിലെ പ്രതികളായി അവരിപ്പോഴും തുടരുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു അർത്ഥഗർഭമായ തമാശയോടുകൂടെ. അതിനെയൊക്കെ അവജ്ഞയോടുകൂടെ ഞാൻ തള്ളിക്കളയുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ മത്സരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം കൊലക്കേസിൽ പ്രതിയായി കോടതി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാവാണ്. കൊലക്കേസിലെ പ്രതികളെ, കോടതി ശിക്ഷിച്ച കൊലക്കേസ് പ്രതികളെ കേരള മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച നിങ്ങളാണോ ഇവിടെ പ്രതികളെ സംബന്ധിച്ച്, അതിനെ തള്ളിപ്പറയുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്? ആദ്യം കൊന്നു കുടിച്ചുകൂടിയവന്മാരെ കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം, എന്നിട്ട് വേണം വന്നിരുന്ന് പറയാൻ.